പൊതുവായിട്ട് എന്താ അറിയോ, ലോകത്ത് എവിടെയതെ ഗവൺമെന്റുകളോ മുനിസിപ്പാലിറ്റികളോ മാത്രം വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിനെ പടിയടച്ചിട്ട് പിണ്ടവെക്കാൻ പറ്റൂല. അന്നത്തെ ഒരു അവസ്ഥ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വരെ കാശില്ലാത്ത സമയം എന്നിലൂടെ പോയിട്ടുണ്ട്. അതല്ലാതെ ഒരാളെ പരിചയപ്പെട്ടിട്ട് അയാളുടെ പൊസിഷൻ നോക്കിയിട്ട് അയാളെ പദവി നോക്കിയിട്ട് എനിക്ക് അയാളൊക്കെ എന്ത് കിട്ടും എന്നുള്ള ആ പോയിന്റിലേക്ക് നമ്മൾ ആദ്യം ചിന്തിക്കരുത്. നിർത്താൻ എനിക്ക് പറ്റൂല. കാരണം ക്രെഡിറ്റ് കാർഡ്, ബാങ്ക് ലോൺ, എന്തിനു പറഞ്ഞ് ഇല്ലാത്ത സാമ്പത്തിക ബാധ്യതകൾ മുഴുവൻ ഉണ്ട്. ഏപ്രിൽ 5 എനിക്ക് ആദ്യത്തെ കോൾ വരുന്നത് എമിറേറ്റ്സ് എയർലൈൻസ് എന്നാണ്. നിങ്ങളെ ബ്ലാങ്കറ്റ് LPO ഈസ് റെഡി ഫോർ 2 years. നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഇതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടന്റ് ഉണ്ട്. അപ്പോഴാണ് ഞാൻ ഈ 2007 ഗ്രീൻ ബാഗ്സിൻ്റെ കഥ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി. അപ്പോൾ എന്തായാലും അഡ്വർടൈസിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം അസ്തമിച്ചു. അപ്പോൾ ഒരു തോട്ട്, എവിടുന്ന് ഒരു ഉൾവിളി, എൻ്റെ ഫ്രണ്ട് കൊണ്ട് തന്ന സാധനം കുറേ സാമ്പിൾ അവിടെ ഇരിക്കുന്നുണ്ട്, വെബ്സൈറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വെബ്സൈറ്റിനെ അങ്ങ് പ്രൊമോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഉള്ള റിസോഴ്സ് വെച്ചിട്ട് ഞാൻ എൻ്റെ പിള്ളേരോട് പറഞ്ഞു, ഇതാ ഞാൻ നിങ്ങളാരും പറ്റിച്ച് ഇവിടുന്ന് പോകില്ല, ഇപ്പോൾ ചിലവിനുള്ള പൈസ കിട്ടുന്നത് ഞാൻ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് തരും. പക്ഷേ എന്തെങ്കിലും ഒരു ദിവസം പൈസ അയക്കാൻ നിങ്ങളുടെ എല്ലാ ഡ്യൂസും തീർക്കാൻ പറ്റും. അതല്ല എനിക്ക് വേറെ ജോലി കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവുകയും ചെയ്യാം. പക്ഷേ അൽഹംദുലില്ലാഹ് എൻ്റെ കൂടെ 4 പേരും നല്ല കട്ട സപ്പോർട്ടോട് നിന്ന് ആരും പോയില്ല. അപ്പം ഞങ്ങൾ അതിനിങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ നമ്മളിപ്പോൾ അഡ്നോക്ക് ഉണ്ട്, എമിറേറ്റ്സ് എയർലൈൻസ്, അങ്ങനെ ഒട്ടുമിക്ക ക്ലയൻറ്റുകളിലേക്കും നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഞാനിങ്ങനെ കൺസിസ്റ്റായിട്ട് ഇങ്ങനെ ഒരു പിന്നോട്ടില്ലാത്ത രൂപത്തിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാമ്പിൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. റിസഷൻ ഉണ്ട് ഇവിടെ. 2008 മുതൽ 10 വരെ ഭയങ്കര ടോപ്പ് റിസഷൻ. ആ സമയത്താണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ആ ഒരു 2 കൊല്ലത്തെ ഗ്യാപ്പിന്. എന്നാലും ചെറിയ രൂപത്തിലുള്ള കുറച്ച് വർക്കുകളൊക്കെ നമ്മൾ ഫ്രണ്ട്സ് ലെവലിലേക്ക് ഞങ്ങൾക്ക് റെഫറൻസ് വഴിക്ക് നമ്മൾ മുട്ടിപ്പോവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബാങ്കുകാരോടൊക്കെ പോയിട്ട് നമ്മൾ എസ്കേപ്പ് ആയില്ല, എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞ് കുറേ പേര് മനസ്സിലാക്കി. പിന്നെ കുറേശ്ശെ പൈസ കൊടുത്തിട്ട് ഞാൻ അവർക്ക് സമാധാനിപ്പിച്ച് നിർത്തി. ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് 2010 എൻ്റെ ഗ്രീൻ ബാഗ്സ് ക്ലിക്കായി. 2010 ക്ലിക്കായി എന്ന് പറഞ്ഞാൽ അത് ഒരു ദിവസമാണ്. ഒരു ദിവസം എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഏപ്രിൽ 5 ഏപ്രിൽ 5 എനിക്ക് ആദ്യത്തെ കോൾ വരുന്നത് എമിറേറ്റ്സ് എയർലൈൻസ് എന്നാണ്. നിങ്ങളെ ബ്ലാങ്കറ്റ് LPO ഈസ് റെഡി ഫോർ 2 years. അത് കളക്ട് ചെയ്തിട്ട് ഞാൻ താങ്ക്സ് പറഞ്ഞു. 10 മണിക്ക് അത് കളക്ട് ചെയ്തിട്ട് അടുത്ത കോൾ എനിക്ക് അഡ്നോക്കിന്ന് വരുന്നു. അവിടെ കോൺട്രാക്ട് റെഡി ആയിട്ടുണ്ട് വന്ന് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സെയിം ഡേ 2 കോർപ്പറേറ്റ് ക്ലയൻറ്റ് എനിക്ക് കിട്ടി. പിന്നെ എനിക്കത് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ആ സമയത്ത് ഇവിടെ ഈ കോർപ്പറേറ്റിന് മാത്രമേ അറിയുള്ളൂ. കാരണം പൊതുവേ ഈ എക്കോ ഫ്രണ്ട്ലിനെസ്, ഗ്രീൻ പാക്കേജിങ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ CSR കമ്പനീസിന് മാത്രമേ അതിൻ്റെ ഡെപ്ത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ബാഗ് എത്രമാത്രം നമ്മളെ സമൂഹത്തിനും എൻവറോൺമെൻറ്റലായിട്ടുള്ള ഇഷ്യൂസ് ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഭൂമിക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങളാണ്, കടലിലെ മത്സ്യങ്ങൾക്ക് പ്രശ്നമാണ്, നമ്മൾ ശ്വസിക്കുന്ന വായു പ്രശ്നം. അപ്പോൾ കോർപ്പറേറ്റിലുള്ള കുറേ പേർക്ക് ഇപ്പോൾ CSR എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഒട്ടുമിക്ക എല്ലാ കമ്പനിക്കും ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി. കാരണം ഈ 2 കമ്പനി നമുക്ക് സ്റ്റാർട്ടായിട്ട് വന്നു. ആ ഒരു വർക്ക് നമ്മൾ അങ്ങനെ തുടങ്ങി. അങ്ങനെ അതിനോട് ബ്രേക്ക് ത്രൂ ആയി 1 by 1 ആയിട്ട്. പിന്നെ ഈ ഒരു സമയം വരെ ആ ഒരു സെഗ്മെന്റിൽ അൽഹംദുലില്ലാഹ് തിരിഞ്ഞു നോക്കേണ്ട ഒരു ലോകത്തിനുള്ള ഒരു ആവശ്യമാണല്ലോ. വലിയൊരു പ്രോബ്ലമാണ് പ്ലാസ്റ്റിക് എന്നുള്ളത്. അതിനുള്ളൊരു സൊല്യൂഷന്, അതും നമ്മളൊരു തോട്ട് പ്രോസസ്സാണ്. അത് വരുമ്പോൾ അത് വലിയൊരു കോൺട്രിബ്യൂഷൻ കൂടിയാണ്. ഇപ്പം നിങ്ങൾക്കും ഒരു ലെജൻഡ്, നമ്മൾ പറയില്ല, ഒരു ബിസിനസ്സുകാരൻ്റെ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാണ് ഓരോ ഓണ്ടർപ്രണർ കൊടുക്കുന്നത്. അതും ഒരു സസ്റ്റൈനബിലിറ്റിയിലേക്ക് വരുമ്പോൾ ഒരു നാളത്തെ ഒരു തലമുറക്കും കൂടി ആകുമ്പം അത് വലിയൊരു ലെഗസി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണല്ലോ. ഉറപ്പായിട്ടും. അല്ല, അത് പലപ്പോഴും എനിക്കൊരു ഫീൽ, ഇത് ഗ്രീൻ ബാഗ്സ് എന്ന് പലർക്കും അറിയായിരിക്കും. പക്ഷെ ഇതിന്റെ പിന്നിലുള്ള ആള് ഒരു മലപ്പുറത്തുള്ളൊരു പൊന്നാനി സ്വദേശിയാന്നുള്ളത് പലപ്പോഴും എനിക്ക് ആൾക്കാർക്ക് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ എന്നെ അമ്മച്ചോളൂ, ഞാൻ അങ്ങനെ മീഡിയയിലോ ഞാൻ പൊതുവെ ഒരു ഷൈനി അല്ലെങ്കിൽ ക്യാമറക്ക് മുമ്പിൽ ഫേസ് ചെയ്യാൻ താല്പര്യം അല്ലെങ്കിൽ നമ്മൾക്ക് നിർബന്ധിച്ച് അത്രമാത്രം ഇതിപ്പോ ഒരു സ്റ്റാർട്ട് ആവട്ടെ നിങ്ങൾ ഞാൻ കൊണ്ടുവന്നതിന്റെ ഒരു ഉദ്ദേശം, കാരണം ഇങ്ങനെയുള്ള ആളുകളെ വളരെ വലിയൊരു ഇൻസ്പിറേഷനാണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത്. കാരണം നിങ്ങളെ പോലുള്ള ആളുകൾ, കാരണം നിങ്ങളിപ്പം ഒരു സ്റ്റോറി പറയുമ്പം
ഈ സ്റ്റോറിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് നാളെ ഒരുപാട് ആളുകൾക്ക് ഇതേപോലത്തെ ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള ഒരു സ്റ്റാർട്ടിങ് ആയിരിക്കും അത്. തീർച്ചയായിട്ടും നമ്മളിത് പറയാതെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും അവരറിയുന്നില്ല. ഗ്രീൻ ബാഗ്സ് എന്ന ബ്രാൻഡ് ചിലപ്പോൾ അവർ കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ അവർ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാത്ത ആളുകൾ എനിക്ക് യു എയിൽ വളരെ കുറവായിരിക്കും. നമ്മളിവിടെ കൈവെക്കാത്ത ഒരു ക്ലയന്റ് പോലും ഇല്ല, ഉണ്ടാവില്ല. ടോപ്പ് ലെവൽ മുതൽ ലോ ലെവൽ വരെയുള്ള എല്ലാ. ഇപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഇവിടുത്തെ ദുബായിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ മാസം മുതൽ ദുബായിൽ യു എയിൽ മൊത്തത്തിൽ ഇപ്പോൾ കഴിഞ്ഞ യു എ ഭയങ്കര ഫാസ്റ്റാണ് ആ ഒരു കാര്യത്തിൽ കേട്ടോ. കാരണം ഫസ്റ്റിൽ പറഞ്ഞാൽ 2013 ഇവിടെ കംപ്ലീറ്റ് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ബാഗ് നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് അന്ന് തുടങ്ങിയൊരു ഇനീഷ്യേറ്റീവാണ്. അപ്പോൾ ലോകത്ത് എനിക്ക് തോന്നുന്നില്ല ഇത്ര അധികം മിഡിൽ ഈസ്റ്റിൽ ഒരു യു എ പോലത്തെ ഒരു രാജ്യമാണ് ഏറ്റവും കൂടുതൽ ഈ എക്കോ ഫ്രണ്ട്ലിനെസ് അല്ലെങ്കിൽ ഗ്രീൻ ഇനീഷ്യേറ്റീവ്, പ്ലാസ്റ്റിക് പൊല്യൂഷനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈവൻ ദോ ഇപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷം നടന്ന COP 28 അത് ദുബായിനെ പോലുള്ള ഒരു അല്ലെങ്കിൽ യുഎനെ പോലുള്ള ഒരു രാജ്യമാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അവർ എത്രമാത്രം അങ്ങനെ ഒരു എൻവറോൺമെൻ്റൽ കോൺഷ്യസ് ആണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം. അതിൻ്റെ COP 28 പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുൽത്താൻ അൽ ജാബർ, അഡ്നോക്കിൻ്റെ ചെയർമാൻ. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോൾ ഗവൺമെൻറ് എത്രമാത്രം അതിനകത്ത് ഫോക്കസ്ഡ് ആണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾക്ക് എക്കോ ഫ്രണ്ട്ലിയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് പൊതുവായിട്ട് എന്താ പറയുക, ലോകത്ത് എവിടെയതെ ഗവൺമെൻറ്റുകളോ മുനിസിപ്പാലിറ്റികളോ മാത്രം വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിനെ പടിയടച്ചിട്ട് പിണ്ടവെക്കാൻ പറ്റൂല. അത് അതാണ് ഞാൻ പറഞ്ഞത്, ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ISR എന്നും പറയും. ഓരോ വ്യക്തിക്കും അതുണ്ടാവണം. നമ്മളുടെ എന്താ പ്രശ്നം എന്ന് പറയാം, ഇതിലേക്ക് ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ, ഞാൻ ഇതിൻ്റെ ഒരു തുടക്കക്കാരനായിട്ട് വരുന്നത് എനിക്കെങ്ങനെയും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്രീൻ ബാഗ്സ് തുടങ്ങുന്നത്. പക്ഷേ ആ ഗ്രീൻ ബാഗ്സ് നമ്മൾ എപ്പോഴും അതെ നമ്മളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മളെ ബേബിനെ പറ്റി നമ്മൾ പഠിക്കാതെ നമുക്ക് അതിനെ മാർക്കറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ എത്തേണ്ടടുത്ത് അല്ലെങ്കിൽ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാനും പറ്റൂല. അപ്പോൾ അതിനെപ്പറ്റി പഠിച്ച് വന്നപ്പോൾ പ്ലാസ്റ്റിക് പൊല്യൂഷനെ പറ്റിയിട്ട് എന്താണ് എൻ്റെ ഗ്രീൻ ബാഗ്സ് സൊസൈറ്റിക്ക് കൊടുക്കണ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ, എന്ത് പെയിൻ പോയിൻറ്റിനെയാണ് ഞാൻ അല്ലെങ്കിൽ എൻ്റെ പ്രോഡക്റ്റ് എൻ്റെ ബേബി അഡ്രസ്സ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ബാക്കിലോട്ട് പോയിട്ടാണ് ഞാനിത് വളരെ വ്യക്തമായിട്ട് പഠിച്ചത്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ബാഗുകൾ ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബാഗുകളാണ് ഏറ്റവും കൂടുതൽ ദോഷം. സിംഗിൾ യൂസ്ഡ് പ്ലാസ്റ്റിക് എത്ര ആൾക്കാർക്കറിയാം ഞാൻ ചോദിച്ചു, എത്ര ആൾക്കാർക്ക് നമ്മൾ ഒരു മനുഷ്യൻ ഒരു ആസ് എ ഹ്യൂമൻ ബാക്കിയുള്ള മൃഗങ്ങളെ അല്ലെങ്കിൽ മത്സ്യങ്ങളെ പ്രകൃതിനൊക്കെ വിട്ടേക്കാം, നമ്മളൊരു ശരാശരി മനുഷ്യന് ഒരാഴ്ചയിൽ 5 ഗ്രാം പ്ലാസ്റ്റിക് ഭക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർക്ക് അത് വിശ്വസിക്കാൻ പറ്റും? എത്ര ആൾക്കാർ അതിനെപ്പറ്റി അവയർനെസ് ഉണ്ട്? അതായത് ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ വലുപ്പമാണ് 5 ഗ്രാം നമ്മൾ ഭക്ഷിക്കുന്നുണ്ട്. അത് എങ്ങനെ? പ്രകൃതിയിലൂടെ നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഇതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടൻ്റ് ഉണ്ട്. അതായത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ എന്താ വെച്ചാൽ നമ്മളിത് റീസൈക്ലിങ് ശരിക്കും നടക്കുന്നില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20% മൊത്തം പ്ലാസ്റ്റിക്കിൻ്റെ വേൾഡിലുള്ള റീസൈക്ലിങ് നടക്കുന്നത്. ബാക്കി 80% വേസ്റ്റ്. ഇത് ഫൈനലി നമ്മൾ സീഷോർ അല്ലെങ്കിൽ ഓഷ്യനിലേക്ക് വരും, അല്ലെങ്കിൽ മരുഭൂമിയിലേക്ക്, ഭൂമിയിലേക്ക്. ഇത് കുറച്ച് കാലം കഴിഞ്ഞിട്ട് പ്ലാസ്റ്റിക് ഒരിക്കലും നശിക്കൂല. 500 വർഷം മുതൽ 1000 വർഷം വരെ ഇതിന് ടൈം വേണോ ഡീകമ്പോസ് ചെയ്യാൻ. കുറച്ച് കഴിഞ്ഞ് എന്താ സംഭവിക്കുക വെച്ചാൽ ഇത് ഇങ്ങനെ പൊട്ടി 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 പൊളിഞ്ഞിട്ട് ഇങ്ങനെ മൈക്രോ പ്ലാസ്റ്റിക് ആവും. അപ്പം ഇങ്ങനെ നമ്മൾ ഈ അപ്പൂപ്പൻ താടിമാരൊക്കെ അത് കടലിലേക്ക് പോവും, മനുഷ്യരിലേക്ക് പോവും, വായിലൂടെ പോവും. അങ്ങനെയാണ് നമ്മളിത് ഭക്ഷിക്കുന്നത്. അപ്പോൾ ഈ പ്ലാസ്റ്റിക് ഭക്ഷിച്ചാലുള്ള ദൂഷ്യഫലങ്ങൾ എന്താണെന്ന് അറിയില്ലേ? ക്യാൻസർ ഉറപ്പല്ലേ? എത്ര ആളുകൾ അങ്ങനെ മരിക്കുന്നുണ്ട്. അത് ഇതിൻ്റെ ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗവൺമെൻറ് മാത്രം വിചാരിച്ചിട്ട് നടക്കില്ല. അതായത് ശരിക്കുള്ളൊരു കണക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയണതാണ്. ഈ ലോകത്തിലെ മൊത്തം സമ്പത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ 80% സമ്പത്തും 20% ആളുകളുടെ അടുത്ത്. ഏറ്റവും കൂടുതൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവർ തന്നെയാണ്. അപ്പോൾ അവർ വിചാരിച്ചാൽ മാത്രമാണ് ഇതിന് ശരിക്കും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. ഗ്ലോബൽ വാർമിങ്ങിൻ്റെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെ ഗീവ് മി ദ 10 മേജർ റീസൺ ഫോർ ദ ഗ്ലോബൽ വാർമിംഗ് എന്ന് ജസ്റ്റ് അടിച്ചു, നമ്പർ 2 or 3 പ്ലാസ്റ്റിക് പൊല്യൂഷൻ വരും. അപ്പോൾ ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, കാരണം നമ്മൾ ഓരോ കോർപ്പറേറ്റുകൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾ മുതൽ
ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതിക്ക് അല്ലെങ്കിൽ ആളുകൾ കൊടുക്കുന്ന അവിടെയാണ് നമുക്ക് ശരിക്കും കൺട്രോൾ ചെയ്യേണ്ടത്. എനിക്കൊന്ന് ഇവിടെ ഇപ്പം പ്ലാസ്റ്റിക് ബാഗിന് ചാർജ് ചെയ്തതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ആ ചാർജ് ഉണ്ടായിരുന്നു കഴിഞ്ഞൊരു വർഷമായിട്ട് ഫൈനൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അതായത് ഇപ്പോൾ ഈ അബവ് 57 മൈക്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കെമിക്കലാണ്. അപ്പോൾ അത് ഉള്ള ബാഗുകൾ ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കാം എന്നാണ് മുനിസിപ്പാലിറ്റി പറഞ്ഞത്. പക്ഷേ അതും ഒരു മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഭാഗമാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതും പ്ലാസ്റ്റിക് ബാഗും കംപ്ലീറ്റ് നിരോധനം വരണം, എന്നാലാണ് ശരിക്കും അത് എഫക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ അത് ഒരു നിയമപരമായിട്ട് അല്ലെങ്കിൽ ഫൈന് കൊടുത്തിട്ട് നിരോധിക്കണതിനൊക്കെ ഏതൊരു ഗവൺമെന്റിനും ലിമിറ്റേഷൻ നമ്മളത് മനസ്സിലാക്കണം. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് അവർ പ്ലാസ്റ്റിക് ബാഗിലാണ്. ഇപ്പം ഒരു ടെക്സ്റ്റൈലിലേക്ക് പോയി അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി, അവർ ഇതിന് പകരമായിട്ട് ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ പകരമായിട്ട് ഉറപ്പല്ലേ. അതിൽ ആൾക്കാർ മനസ്സിലാക്കാത്ത വേറൊരു കാര്യമുണ്ട്. കാരണം ഞാൻ അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയിലൂടെ വന്ന ഒരാളാണ്. ഞാൻ ആദ്യം ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ എൻ്റെ കുറേ കോർപ്പറേറ്റ് ക്ലയൻറ്റുകൾ എൻ്റെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാനൊരു സെർച്ച് എന്തിനാ ഇവർ മാത്രം എൻ്റെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങിക്കുന്നത് നോക്കുമ്പോൾ അതിനകത്ത് ഇവരുടെ ഒരു ബ്രാൻഡിങ് മൈലേജ് കൂടിയിട്ടുണ്ട്. രണ്ട് സംഭവമുണ്ട്. ഉറപ്പല്ലേ, നിങ്ങളൊരു പ്ലാസ്റ്റിക് ബാഗ് പിടിച്ചിട്ട് ഒരു ഫാമിലി കൂടെ, ഒരു ജൂട്ട് ബാഗ് പിടിച്ചിട്ട് ഫാമിലി, രണ്ടും ബ്രാൻഡ് ഉണ്ട്. എവിടെയാണ് ബ്രാൻഡ് മൈലേജ് കൂടുതൽ? ജൂട്ട് ബാഗ് പിടിച്ചിട്ട് ഉറപ്പായിട്ട് ആൾക്കാർ നോക്കും. കാരണം അത് ആളുകൾക്കറിയാം. ഇവിടുത്തെ 90% ആളുകൾക്കും പ്ലാസ്റ്റിക്കിന്റെ ദൂഷ്യഫലങ്ങൾ അറിയാം എന്നുള്ള ഏറ്റവും വലിയൊരു സത്യമാണ്. അവയർനെസ് ഉണ്ട്. ആളുകൾ നമ്മൾ അതെല്ലാം ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി ഇത് നമുക്ക് എന്താ വെച്ചാൽ ഫറാനെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും ഉപയോഗിക്കുക, വലിച്ചെറിയാം. യൂസ് ആൻഡ് ത്രോ. ആ കൾച്ചർ മാറ്റാത്തോളം കാലം സൊല്യൂഷൻ രക്ഷപ്പെടൂല. അതിന് ഇപ്പൊ നമ്മള് കേരളത്തിൽ ഫ്ലഡ് വന്നപ്പോ കണ്ടില്ല നിങ്ങൾ, കടൽ ഇതുവരെ നമ്മൾ എടുത്തിരുന്ന സാധനങ്ങൾ പുറത്തേക്ക് കൊടുന്നില്ലേ, ഫുള്ള് കൊണ്ടുവന്നല്ലോ, കണ്ടില്ലല്ലോ നിങ്ങള്. ഫ്ലഡൊക്കെ കഴിഞ്ഞപ്പോ പ്രകൃതിയിൽ മുഴുവൻ പ്ലാസ്റ്റിക്കും വേസ്റ്റും ഇതൊക്കെയാണ്. ലേറ്റസ്റ്റ് സ്റ്റഡി എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2050 ആകുമ്പോൾ കടലില്, അതായത് മത്സ്യങ്ങളെക്കാൾ കൂടുതൽ കടലില് പ്ലാസ്റ്റിക് ആയിരിക്കും. മത്സ്യങ്ങളെക്കാൾ കൂടുതൽ പ്ലാസ്റ്റിക് ആയിരിക്കും. അത്രയും വേസ്റ്റുകൾ ഇപ്പം നമ്മൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലൊക്കെ ഇപ്പം അതിൻ്റെ ഇപ്പം അബുദാബി ബേസ് ചെയ്തിട്ട് ഇപ്പോൾ റോബോട്ടിനൊക്കെ ഇറക്കിയിട്ട് ഒരുപാട് അവർ വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പ്ലാസ്റ്റിക്കിന് തന്നെ ഇപ്പോൾ റീസൈക്കിൾ ചെയ്തിട്ട് വേറെ ഇപ്പോൾ നമ്മൾ പല ബൈ പ്രോഡക്റ്റ് ആയിട്ട് അത് ഉപയോഗിക്കാം. നമുക്ക് ഉപയോഗിക്കണോണ്ട് തന്നെ അത് ഈ പ്ലാസ്റ്റിക് തന്നെയല്ലേ, അതിന് റീസൈക്കിൾ ചെയ്തിട്ട് പാക്കേജിങ്ങിലേക്ക് പോകുന്നുണ്ട്. കാരണം ഇവിടെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ പാക്കേജിങ്ങിന് ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക്കാണ്. അത് സത്യം പറഞ്ഞെങ്കിൽ ഈ മനുഷ്യർക്ക് കിട്ടിയിട്ടുള്ള നല്ലൊരു ഭാഗ്യമാണ്, എന്നാലും ഏറ്റവും വലിയൊരു ശാപമാണ്. തുടക്കത്തിൽ ഇപ്പോൾ 1900 ഏകദേശം ഒരു 125 വർഷമായിട്ടുള്ളൂ പ്ലാസ്റ്റിക് ശരിക്കും കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം വലിയൊരു റെവല്യൂഷൻ വന്നു. കാരണം ഇതിന് ഭയങ്കര ഡെൻസിറ്റി കൂടുതലാണ്, സ്ട്രോങ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, എന്തുണ്ടാക്കാലോ. പക്ഷേ മൊത്തം നമ്മൾ പറയുകയാണെങ്കിൽ ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ബാഗാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ്. ഈ പ്ലാസ്റ്റിക് ബാഗിനെ മൊത്തത്തിൽ നമുക്ക് ഉപേക്ഷിച്ചുകൊണ്ട് ലോകത്തിന് ഒരു മുന്നോട്ട് പോക്കൊന്നും അത്ര സാധ്യമല്ല, ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈവൻ എന്താ നമ്മൾ ഡ്രസ്സ് ആയിക്കോട്ടെ, ബാക്കിയുള്ള പല കാര്യങ്ങൾ, നമ്മൾ ഫുട്വെയർ എല്ലാത്തിലും നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടന്റ്. പക്ഷേ ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ഈ സാധനത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. അപ്പം അതിന് ഓരോരുത്തരും വലിയൊരു ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം എത്ര വർഷമായി ഇപ്പോൾ ഈ കമ്പനി? നമ്മുടെ ഗ്രീൻ ബാഗ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ 2007 GCCയിൽ മാത്രമാണോ അല്ലെങ്കിൽ GCCയിൽ നമ്മൾക്ക് ഓപ്പറേഷൻസ് സൗദിയിലുണ്ട്. ഞങ്ങൾ സൗദി ഗ്രീൻ ബാഗ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ബ്രാൻഡ് കഴിഞ്ഞ് 3 വർഷമായിട്ട് അപ്പോൾ അത് ഇപ്പോൾ സൗദിയുടെ MBSന്റെ ഒക്കെ ഇപ്പോൾ സൗദി ഗ്രീൻ ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ട് വലിയ ഇനിഷ്യേറ്റീവ് നടക്കുന്നുണ്ട് സൗദി അറേബ്യയിൽ. കാരണം അവർ ഒരു വർഷത്തിൽ തന്നെ ഒക്കെ തോന്നുന്നു ഏകദേശം ഒരു 1 ബില്യൺ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ള ഒരു പദ്ധതി ഭയങ്കര ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് ഇതുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് സൗദി ഗ്രീൻ ബാഗ്സ് നമ്മൾ കഴിഞ്ഞ 3 വർഷമായിട്ട് സൗദിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്.